ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു. ലൈക്ക് ആകർഷണ യന്ത്രം, അതായത് ഒരു ന്യൂസ് പേപ്പർ ആഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിള്ളേർ അയച്ചതാണ്. ലൈക്ക് ആകർഷണ യന്ത്രം, അതായത് നിങ്ങൾ ഫേസ്ബുക്കിലോ അതേപോലെ വാട്സപ്പിലോ എന്താ പറയുക എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ലൈക്ക് കിട്ടില്ല എന്ന് വരെ പൊട്ടന്മാർക്ക് അറിയില്ല. എന്താ പറയുക ലൈക്കുകൾ കിട്ടുന്നില്ലേ, ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇത് എന്താ പറയുക, ഇത് ന്യൂസ് പേപ്പറിൽ കൊടുക്കണം എന്നുള്ളതിലുള്ള ഒരു പ്രഹസനം ആലോചിച്ച് നോക്ക്. ഇഫ് സപ്പോസ് ഇതിൽ ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇതിന് മുൻപ് അവരാരെങ്കിലും കൺസൾട്ട് ചെയ്യാണ്ട് അവരിങ്ങനെ കൊടുക്കും എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്നാണ് എനിക്കറിയേണ്ടത്. പണ്ടത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുക, നമ്മളുടെ കുറച്ച് കാലം പിറകോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ സ്കൂളിൽ, അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില നോട്ടീസുകളൊക്കെ ഇറങ്ങിയായിരുന്നു. അതായത് ഒരു 10 ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നടക്കും, നിങ്ങൾ അത് നടക്കും ഇത് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എനിക്ക് തോന്നിയിരുന്നത് ആ സമയത്ത് തന്നെ എന്താ പറയുക, വല്ല ഫോട്ടോ കോപ്പി കിടക്കാറുണ്ടല്ലോ, അവര് തന്നെ അടിച്ചിറക്കിയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തൊരു സാധനമാവാനുള്ള സാധ്യതയാണ് അന്ന് എനിക്ക് തോന്നിയത്. അതായത് ഇത് ഇത്ര മൾട്ടിപ്പിൾ കോപ്പീസ് പിന്നെയും അടുത്തുള്ള ഫോട്ടോ സ്റ്റാറ്റ് കിടക്കാർക്ക് ഇങ്ങനെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മേ ബി അവരായിരിക്കാം ആ സാധനം ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ വാട്സാപ്പിൽ വന്നു. വാട്സാപ്പിൽ അതായത് ഇങ്ങനെ അതിന് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. എന്താ പറയാ, ചിലപ്പോൾ അതിന്റെ അടി വല്ല ലിങ്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കോ, അല്ല ഷോർട്ടൻ ചെയ്ത ലിങ്കൊക്കെ എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മേ ബി അതായത് അത് ജനറേറ്റ് ചെയ്ത ആൾക്ക് ഇൻകം കിട്ടാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട്. അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, ധനാകർഷണ യന്ത്രം. അതായത് ഈ യന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടും ഇതേപോലുള്ള യന്ത്രങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ എന്താ പറയുക യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പോളിടെക്നിക്കലും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ധനാകർഷണ യന്ത്രം, അതേപോലെ തന്നെ എന്താ പറയാ ലൈക്കാകർഷണ യന്ത്രം, പിന്നെ എന്തുകൊണ്ട് കുബേർ കുഞ്ചി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, അതും ഇതേപോലുള്ള കുറേ ഐറ്റങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു യുഗത്തിലും, അതായത് നമ്മൾ ഇത്ര ടെക്നോളജി ഒക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയിരിക്കണം ഈ ഒരു സമയത്തും ഇതേപോലുള്ള യന്ത്രങ്ങളുടെ പരസ്യം കൊടുക്കാൻ ആളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പരസ്യം കൊടുക്കാനുള്ള ഒരു പോട്ടെ, അവരൊരു ബിസിനസ് മൈൻഡിൽ കൊടുക്കായിരിക്കും. ഇത് വാങ്ങിക്കുന്ന 1-2 പൊട്ടന്മാരെങ്കിലും നമ്മളുടെ നാട്ടിലുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയാ, ഉള്ളി കൊണ്ട് പറയാണ് വിഷമമുണ്ട്, ചിരി വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. എന്താണ് നമ്മളുടെ ലോകത്തിന്റെ പോക്ക് ആലോചിച്ചിട്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ആ ഒരു ലൈക്കാകർഷണ യന്ത്രത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനൊരു ലൈക്കാകർഷണ യന്ത്രത്തിനെ കുറിച്ചിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പറയാ ഇതേപോലുള്ള വാട്സപ്പ് മെസ്സേജുകൾ, സാധനങ്ങൾ, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, എന്തായാലും വന്നിട്ടുണ്ടാവും. താഴെ കമന്റ് ചെയ്യുക. ഇതേതെങ്കിലും പൊട്ടന്മാര് അത് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അയച്ചാന്നുണ്ടെങ്കിൽ അതും കാണുന്നുണ്ടായി താഴെ കമന്റ് ചെയ്തു നമ്മളെ പിള്ളേരെ ട്രോളിക്കോ, സീരിയത്തില്ല വേണമെങ്കിൽ ഞാൻ ട്രോളിക്കോ. എന്താ പറയാ ഇത് ഗ്രൂപ്പിൽ വന്നൊരു സംഭവം ഉണ്ടോ. ഇത് ഗ്രൂപ്പിൽ വന്നപ്പോ എന്താ പറയാ ഒരുത്തം പറയാണ്, നമ്മളെ റോക്കറ്റ് CJ എന്നാണ് അവന്റെ പേര്, 5-6 പാറ്റന്റ് ഒക്കെ ഉണ്ട്, വലിയ സംഭവമാണ്. അവ പറയാ എനിക്ക് വാങ്ങി വെച്ചൂടെയെന്ന്. അതായത് എന്തോ ഈ ലൈക്ക് ആകർഷണ യന്ത്രം. ഞാൻ പറഞ്ഞു നമ്മളെ പിള്ളേരൊക്കെ മുത്താണ്, എനിക്ക് ആവശ്യമുള്ള ലൈക്ക് ഒരു യന്ത്രവും വേണ്ട, നമ്മളെ പിള്ളേര് തരരുതെന്ന് പറഞ്ഞു. ഇതേപോലെ എന്താ പറയാ കോമഡി ആയിട്ടാണോ പറഞ്ഞതെന്നുണ്ടെങ്കിലും ഇതേപോലെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവൂലേ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ്. കാലം പോയൊരു പോക്കേ. കാര്യം ഇപ്പൊ എന്താ പറയാ, കയ്യിലാണ് എല്ലാം, വിരൽ തുമ്പിൽ ടെക്നോളജിയാണ്, ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ധനാകർഷണ യന്ത്രം, അതേപോലെ തന്നെ സ്വർണ്ണ ആകർഷിക്കണ യന്ത്രമൊക്കെ ആയിരുന്നു. ഇപ്പൊ വന്ന് കണ്ടില്ലേ, ലൈക്ക് ആകർഷിക്കണ യന്ത്രം വരെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യാല്ലേ, കാലം പോയൊരു പോക്ക്. പറഞ്ഞ പോലെ തന്നെ ഇത് എന്തൊക്കെയോ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഇനി അടുത്തത് എന്താ പറയാ, ഇനി എന്താ ആകർഷിക്കണ യന്ത്രം വരും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ലൈക്ക് വരെ എത്തിയിട്ടുണ്ട് ആകർഷിക്കാനായിട്ട്. എന്താ ചെയ്യാ സിറ്റുവേഷൻ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ചെറുതായിട്ട് ഇത് നമ്മളുടെ മുന്നിലോട്ട് വന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതും എന്താ പറയുക, എനിക്ക് ആകർഷണ യന്ത്രത്തിൽ നിന്നുള്ള ലൈക്കൊന്നും വേണ്ട, നിങ്ങൾ ചെയ്യണ ലൈക്കോ ഡിസ്ലൈക്കോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ അപ്പോൾ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ഇറ്റ്സ് മീ റസീ സൈനിങ് ഓഫ്. പീസ്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഇത് കണ്ടിട്ടുണ്ടാ, ഈ പെൺകുട്ടികളെ ആകർഷിക്കണ വേറൊരു യന്ത്രമാണിത്. ഇതെൻ്റെ അല്ല, അനിയൻ്റെ ആണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇനി ആരെങ്കിലും വന്നാലോ.